ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് CM സെബാസ്റ്റ്യൻ. ഇയാൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്. ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്നും മനുഷ്യൻ്റേതെന്ന് സംശയിക്കുന്ന ശരീര അവശിഷ്ടം വളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടുകിട്ടുന്നു. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ? കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2013 ഓഗസ്റ്റ് 5 ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ കുറച്ച് നാളായിട്ട് കാണാനില്ല. കോടികളുടെ ഭൂസ്വത്തിൻ്റെ അവകാശിയാണ് ഈ ബിന്ദു. ബിന്ദുവിൻ്റെ ഇറ്റലിയിലുള്ള സഹോദരൻ പോലീസിൽ ഒരു പരാതി കൊടുക്കുകയാണ്. സംശയത്തിൻ്റെ പേരിൽ സെബാസ്റ്റ്യൻ, മിനി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താണ് സെബാസ്റ്റ്യൻ ചെയ്തത് എന്നല്ലേ പറയാം. അയാൾ ഒരു വ്യാജ പവർ ഓഫ് അറ്റോർണി ബിന്ദുവിൻ്റെ ഉണ്ടാക്കി ഇടപ്പള്ളിയിൽ നല്ല കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന 11 സെൻറ് സ്ഥലം വ്യാജ മുക്തിയാറിൽ ഒപ്പിട്ട് വിൽക്കുകയാണ്. അയാളുടെ കൂട്ടുപ്രതിയാണ് ഈ SN പുരം സ്വദേശി മിനി. ഈ കേസിൽ പോലീസ് 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് 1 മാസം അവർ ജയിൽ ശിക്ഷ കഴിഞ്ഞു. ബിന്ദുവിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിസംബർ 23, 2024 വേറെ ഒരു കേസ് പോലീസിന് കിട്ടുന്നത്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ. ഈ ജൈനമ്മ പാലായിൽ ധ്യാനത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. 4 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതായതോടെ ഭർത്താവ് അപ്പച്ചനും സഹോദരൻ സാവിയോമാണിയും പോലീസിൽ പരാതി നൽകി. ആദ്യം അവർ സംശയിച്ചത് സ്വന്തം ഭർത്താവായ അപ്പച്ചനെയാണ്. എന്നും വഴക്കും അടിയുമാണ്. ഇയാൾ എന്തെങ്കിലും ചെയ്തു കാണും എന്നാണ് ആദ്യം അവർ കരുതിയത്. 85 ദിവസം പിന്നിട്ടിട്ടും ഒരു തുമ്പ് പോലും ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ജൈനമ്മയുടെ ഫോൺ സ്വിച്ച് ഓൺ ആവുന്നത്. ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ മുമ്പത്തെ കേസിലുള്ള പ്രതി സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ അതേ ലൊക്കേഷൻ. ഈ സെബാസ്റ്റ്യൻ ആണെങ്കിൽ 2.5 ഏക്കർ സ്ഥലത്ത് ഒരൊറ്റപ്പെട്ട വീട്ടിലാണ് താമസം. അവിടെ കൂട്ടുകാരുമായി ലേശം മദ്യപാനം ഒക്കെയായി അടിച്ചുപൊളി ഒരു ജീവിതം. പോലീസ് ഉടനെ ഇയാളുടെ വീട്ടിലെത്തുന്നു. വീട് മുഴുവൻ പരിശോധിക്കുന്നു. അപ്പോഴാണ് ഹാളിൽ രക്തക്കറ കാണുന്നത്. അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്തു. പറമ്പിൽ എത്തിയതോടെ കൂട്ടിയിട്ട് എന്തൊക്കെയോ കത്തിച്ചിരിക്കുന്നത് കാണുന്നു. അവിടെ ഒന്ന് മാന്തി നോക്കിയപ്പോഴാണ് അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ്. 1 വർഷത്തോളം പഴക്കമുള്ള മൃതദേഹത്തിൻ്റെ അവശിഷ്ടം. ഇതിപ്പോൾ ബിന്ദുവിൻ്റേതാണോ അതോ ജൈനമ്മയുടെ ആണോ എന്നറിയാൻ DNA ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടണം. എന്തായാലും പോലീസ് സെബാസ്റ്റ്യനെ വീണ്ടും പൊക്കി കസ്റ്റഡിയിൽ കൊണ്ടുപോയി. സത്യം എത്ര മൂടി വെച്ചാലും ഒരിക്കൽ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം.